ഒരു വിയോജനക്കുറിപ്പോടെ നമുക്ക് തുടങ്ങാം. മഹേന്ദ്ര സിംഗ് ധോണി എന്നാണ് ആ വിയോജനക്കുറിപ്പിന്റെ പേര്. ഈ മത്സരത്തിൽ നമുക്കറിയാം 17 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ചെപ്പോക്കിൽ RCB റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ വിജയിക്കുന്നത്. മത്സരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മഹേന്ദ്ര സിംഗ് ധോണിക്ക് എന്തുകൊണ്ട് നേരത്തെ ഇറങ്ങിക്കൂടാ എന്നാണ്. നമുക്കറിയാം മഹേന്ദ്ര സിംഗ് ധോണി ഈ മത്സരത്തെ സംബന്ധിച്ചിടത്തോളം 8ാമത്തെ ഓവറിൽ തന്നെ അദ്ദേഹത്തിന് 4 വിക്കറ്റ് പോയപ്പോൾ ഇറങ്ങാമായിരുന്നു. കാരണം അതിനുശേഷം വരുന്ന ബാറ്റ്സ്മാൻമാരെന്ന് പറയുമ്പോൾ രവീന്ദ്ര ജഡേജയാണ്, രവിചന്ദ്ര അശ്വിനാണ്. രവിചന്ദ്ര അശ്വിനും രവീന്ദ്ര ജഡേജയും ധോണിയോളം പെരുമയുള്ള കളിക്കാരൊന്നുമല്ല. അത്രയോളം പെരുമയുള്ള അല്ലെങ്കിൽ അത്രത്തോളം ബാറ്റിംഗ് ആവറേജ് ഉള്ളവരോ അല്ലെങ്കിൽ അത്രത്തോളം ബാറ്റിംഗിൽ കഴിവുള്ളവരോ ഒന്നുമല്ല. എന്നിട്ടും അവരെ നേരത്തെ ഇറക്കിക്കൊണ്ട് കഴിഞ്ഞ സീസണിലേതുപോലെ ധോണി ഇറങ്ങാതെ നിൽക്കുകയായിരുന്നു. നമുക്കറിയാം രവീന്ദ്ര ജഡേജ അദ്ദേഹത്തിന്റെ ഹിറ്റിംഗ് നമുക്കറിയാം. രവിചന്ദ്ര അശ്വിന് മുമ്പ് ഉറപ്പായിട്ടും ധോണി ഇറങ്ങണമായിരുന്നു. ആ സമയത്ത് ധോണി ഇറങ്ങിയിരുന്നെങ്കിൽ ഈ മത്സരത്തിന്റെ ഗതി തന്നെ മാറിയേനെ എന്ന് കരുതുന്നവരാണ് കൂടുതലും. കാരണം ധോണിയുടെ ഹിറ്റിംഗ് എബിലിറ്റി നമുക്കറിയാം. ഒരു കാലത്ത് ഷോയിബ് അക്തറിനെ അദ്ദേഹത്തേക്ക് അതിർത്തി കടത്തിയ ആ ഒരു ഹിറ്റിംഗ് പവർ നമ്മൾ കണ്ടിട്ടുണ്ട്. ജെയിംസ് ആൻഡേഴ്സനെയും ലസിത് മലിംഗയെയും ഡെയിൽ സ്റ്റെയിനെയും ഒക്കെ ഹെലികോപ്റ്റർ ഷോട്ടിലൂടെ സിക്സർ പറത്തുന്ന മഹേന്ദ്ര സിംഗ് ധോണിയെ നമ്മൾ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ ഹിറ്റിംഗ് എബിലിറ്റി എന്ന് പറയുമ്പോൾ 2016 റൈസിംഗ് പൂനെയിലെ അദ്ദേഹം കളിച്ചിരുന്ന സമയത്ത് ഒരു ഓവറിൽ 24 റൺസ് ജയിക്കാൻ വേണ്ടിയിരുന്ന സമയത്ത് ആ സമയത്ത് ധോണിയായിരുന്നു ക്രീസിലുണ്ടായിരുന്നത്. ആ ഓവറിൽ അക്ഷർ പട്ടേൽ എറിഞ്ഞ ആ ഓവറിൽ അദ്ദേഹം 3 സിക്സറുടെയും ഒരു ബൗണ്ടറിയുടെയും അകമ്പടിയോടുകൂടി ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. മഹേന്ദ്ര സിംഗ് ധോണി തന്നെ IPL മത്സരങ്ങളിൽ ഒരുപാട് ഫിനിഷിംഗ് കഴിവ് കൊണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച ഫിനിഷിംഗ് എബിലിറ്റി കൊണ്ട് ഞെട്ടിച്ച കളികൾ ഇഷ്ടം പോലെയുണ്ട്. അതുപോലെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഫിനിഷർ എന്ന് എന്തുകൊണ്ടാണ് തന്നെ വിളിക്കുന്നത് എന്ന് തെളിയിക്കുന്ന ഇഷ്ടം പോലെ മത്സരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ സീസൺ തൊട്ട് ഈ സീസണിലും ഇതാ ധോണി അവസാനം ഇറങ്ങാതെ അല്ലെങ്കിൽ അവസാനം 3-4 പന്തുകൾ മാത്രം ഇറങ്ങിക്കൊണ്ട് 1-2 സിക്സർ അടിച്ചുകൊണ്ട് തന്റെ ക്യാമിയോ മാത്രം കാണിച്ചുകൊണ്ടുള്ള ഒരു ധോണിയെയാണ് കഴിഞ്ഞ സീസൺ തൊട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടത് ഇങ്ങനെ ഒരു ധോണിയല്ല. ശരിക്കും ധോണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന്റെ വിക്കറ്റ് കീപ്പിംഗ് എബിലിറ്റിയെ കുറിച്ച് നമ്മൾ ഒന്നും പറയുന്നില്ല. ഈ മത്സരത്തിലും 0.16 സെക്കൻഡ് വേഗതയിൽ അദ്ദേഹം ഒരു സ്റ്റംപിംഗ് നടത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫിൽ സാൾട്ടിനെ അദ്ദേഹം സ്റ്റംപ് ചെയ്ത ആ ഒരു മികവ് അത് കണ്ട് ലോക ക്രിക്കറ്റ് പ്രേമികളൊക്കെയും ഞെട്ടിത്തരിച്ച രംഗമായിരുന്നു അത്. അങ്ങനെ അദ്ദേഹത്തിന്റെ വിക്കറ്റിംഗ് കീപ്പിംഗ് എബിലിറ്റിയെ കുറിച്ച് നമുക്ക് ഇപ്പോഴും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ബാറ്റിംഗിൽ അദ്ദേഹം വൈകി ഇറങ്ങുന്നത് തീർച്ചയായും CSK സംബന്ധിച്ചിടത്തോളം അവരെ ബാക്ക് ഫുട്ടിലേക്ക് ഇറക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ധോണിയെ നമുക്കറിയാവുന്ന ധോണിയെ അദ്ദേഹത്തെ ശരിക്കും CSK മിസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ബാറ്റ്സ്മാൻ എന്ന ധോണിയെ CSK മിസ് ചെയ്യുന്ന മത്സരങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഇത്. ഈ മത്സരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവസാനം ധോണി ഇറങ്ങി അവസാന ഓവറുകളിൽ സിക്സറും ബൗണ്ടറികളുമായി അദ്ദേഹത്തിന്റെ ആ ഒരു പ്രഹരശേഷിയും അദ്ദേഹത്തിന്റെ ആ ഒരു സ്ട്രൈക്ക് റേറ്റും ഒക്കെ നമ്മൾ കണ്ട മത്സരം കൂടിയായിരുന്നത്. ഇതേ ധോണിയുടെ മികവ് 8ാമത്തെ ഓവറിൽ അല്ലെങ്കിൽ 9ാമത്തെ ഓവറിൽ 4ാമത്തെ വിക്കറ്റും പോയ സമയത്ത് അദ്ദേഹം ഇറങ്ങിയിരുന്നെങ്കിൽ എന്ന് കരുതുന്നവരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. കാരണം ഈ ധോണിയെയാണ് അവസാനം ഇറങ്ങിയ ധോണിയേക്കാൾ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങിക്കൊണ്ട് നമുക്കറിയാം പരിശീലന മത്സരങ്ങളിലൊക്കെയും അദ്ദേഹം സിക്സറുകളുടെ മാല പതക്കം തന്നെ ഉതിർത്തുകൊണ്ട് റൺസ് വാരിക്കൂട്ടുന്ന വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എബിലിറ്റിയുള്ള ഈ 43ാം വയസ്സിലും അത്രയും ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കുന്ന അത്രയും ബാറ്റിംഗ് എബിലിറ്റിയും കീപ്പിംഗ് എബിലിറ്റിയും ആ ഒരു ഫിറ്റ്നസും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ധോണിക്ക് കുറച്ചുകൂടി നേരത്തെ ഇറങ്ങാമായിരുന്നു എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ വിലയിരുത്തൽ. ധോണി ഈ മത്സരത്തിലും 16 പന്തുകളിൽ 30 റൺസ് നേടിക്കൊണ്ട് നോട്ട് ഔട്ടായി നിൽക്കുകയാണ്. 50 റൺസിനാണ് CSK RCBയോട് ഈ മത്സരത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ നൂർ അഹമ്മദ് വീണ്ടും ഒരു 3 വിക്കറ്റ് പ്രകടനമായി കളം നിറഞ്ഞ മത്സരമായിരുന്നു. അതുപോലെ തന്നെ RCBയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നായകനായ രജത് പട്ടിദാർ 50യുമായി മുന്നിൽ നിന്ന് നയിച്ച മത്സരമായിരുന്നു ഇത്. അതുപോലെ വിരാട് കോഹ്ലിയുടെ മെല്ലെപ്പോക്കും ഈ മത്സരത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി, വിമർശന വിധേയമാവുകയുണ്ടായി. കാരണം നമുക്കറിയാം T20 കാലത്ത് വിരാട് കോഹ്ലിയെ പോലെ 30 പന്തിൽ 31 റൺസ് നേടുക എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു T20 ബാറ്റർക്ക് ഭൂഷണമായ കാര്യമല്ല. നമുക്കറിയാം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും 30 പന്തുകളിൽ 60ഉം 70ഉം റൺസൊക്കെ നേടുന്ന ഒരുപാട് ബാറ്റ്സ്മാൻമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. തകർത്തടിച്ച് റൺസ് നേടുന്ന ഒരുപാട് ബാറ്റർമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഓപ്പണറായി ഇറങ്ങിയ RCBക്ക് വേണ്ടി ഓപ്പണറായി ഇറങ്ങിയ വിരാട് കോഹ്ലി 30 പന്തുകളിൽ 31 റൺസ് മാത്രമേ നേടിയിട്ടുള്ളൂ എന്നത് തീർച്ചയായും RCBയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിഷയം തന്നെയാണ് വരും മത്സരങ്ങളിൽ. അതുപോലെ യാഷ് ദയാൽ 2 വിക്കറ്റുകൾ നേടി, ഒരു ഓവറിൽ 2 വിക്കറ്റുകൾ നേടിയ ആ ഒരു ഓവറായിരുന്നു ഈ മത്സരത്തിൽ ഏറ്റവും നിർണായകമായ ഓവറുകളിലൊന്ന്. യാഷ് ദയാൽ അദ്ദേഹത്തിന്റെ RCBയിൽ എത്തിയതിനു ശേഷം മികച്ച ഫോമിൽ പന്തെറിയുന്ന ഒരു ബോളറാണ്. മുമ്പ് നമുക്കറിയാം 5 സിക്സുമായി റിങ്കു സിംഗ് 3-4 സീസൺ മുമ്പ് അദ്ദേഹത്തെ നാണം കെടുത്തിയ ഒരു മത്സരം ഉണ്ടായിരുന്നു. ഒരു ഓവറിൽ 5 സിക്സ് അന്ന് കൊൽക്കത്തയുടെ താരമായ റിങ്കു സിംഗ് നേടിയപ്പോൾ ആ സമയത്ത് തകർന്നു പോയ ഒരു ബോളറായിരുന്നു യാഷ് ദയാൽ. അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവ് കൂടിയാണ് നമ്മൾ ഈ സീസണുകളിൽ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മത്സരത്തെ സംബന്ധിച്ചിടത്തോളം മഹേന്ദ്ര സിംഗ് ധോണിക്ക് നേരത്തെ ഇറങ്ങാമായിരുന്നു എന്ന് കരുതുന്നവർക്കൊപ്പം തന്നെ അദ്ദേഹം അടുത്ത മത്സരങ്ങളിലെങ്കിലും ഇതൊക്കെയും പരിഗണിച്ചുകൊണ്ട് നേരത്തെ ഇറങ്ങുമോ എന്ന ചോദ്യവുമാണ് ക്രിക്കറ്റ് പ്രേമികൾക്ക് പൊതുവായി ഉള്ളത്.